നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സപ്തതിതമ സർഗഃ. 77-ാം സർഗം. 77-ാം സർഗത്തിലെ 1 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ഒന്നാമത്തെ ശ്ലോകം. തതോ ദശാഹേതി ഗതേ കൃതശൗചൗ നൃപാത്മജഃ ദ്വാദശേ ഹനി സംപ്രാപ്തേ ശ്രാദ്ധകർമ്മണ്യകാരയത്. ബ്രാഹ്മണേഭ്യോ ധനം രത്നം ദദാവന്നം ച പുഷ്കലം വാസാംസി ച മഹാർഹാണി രത്നാനി വിവിധാനി ച ഭാസ്തിഹം ബഹുശുക്ലം ച ഗാച്ഛാപി ബഹുശസ്തഥാ. ദാസീർദാസാംശയാനാനി വേശ്മാനി സുമഹാന്തി ച ബ്രാഹ്മണേഭ്യോ ദദൗ പുത്രോ രാജസ്തസ്യ ഊർധ്വദേഹികം. തതഃ പ്രഭാതസമയേ ദിവസേ ച ത്രയോദശേ വിലലാപമഹാബാഹുർഭരതശോകമൂർച്ഛിതഃ. ശബ്ദാപിഹിതകണ്ഠച്ഛ ശോധനാർത്ഥമുപാഗതഃ ചിതാമൂലേ പിതുർവാക്യം ഇദമാഹ സുദുഃഖിതഃ. तात यस्मिन् निसृष्टोऽहं त्वया भ्रातरि राघवे तस्मिन् वनं प्रव्रजिते शून्ये त्यक्तोऽस्म्यहं त्वया. यस्यागतिरनाथाय पुत्रप्रव्राजितो वनं तामम्बां तात कौसल्यां त्यक्त्वा त्वं क्व गतो नृप. ദൃഷ്ട്വാ ഭസ്മാരുണം തച്ഛ ദഗ്ധാസ്തി സ്ഥാനമണ്ഡലം പിതുശരീരനിർവാണം നിഷ്ടനൻ വിഷസാദഃ. സതു ദൃഷ്ട്വാരുദന്തീന പപാദധരണീതലേ ഉത്ഥാപ്യമാനശക്രസ്യ യന്ത്രധ്വജൈവോച്ഛ്രിതഃ. അഭിപേതുസ്തതഃ സർവേ തസ്യാമാത്യാശുചിവ്രതാ അന്തകാലേ നിപതിതം യയാതിമൃഷയോ യഥാ. ശത്രുഘ്നച്ഛാപി ഭരതം ദൃഷ്ട്വാ ശോകപരിപ്ലുതം വിസജ്ഞോ നൃപതദ്ഭൂമൗ ഭൂമിപാലമനുസ്മരൻ. ഉന്മത്ത ഇവ നിക്ഷിപ്തോ വിലലാപസുദുഃഖിതഃ സ്മൃത്വാ പിതുർഗുണാംഗാനി താനി താനി തദാ തദാ. മന്ധരാ പ്രഭവസ്തീവ്ര കൈകേയീ ഗ്രാഹസങ്കുലഃ പരദാനമയോക്ഷോഭ്യോ മജ്ജയശോകസാഗരഃ. 1 തുടങ്ങി 13 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥമൊന്ന് സാമാന്യമായി ചിന്തിക്കാം. സപ്തതിതമ സർഗ, അതായത് 77-ാം സർഗത്തിലെ 1-ാമത്തെ ശ്ലോകം. തതോ ദശാഹേതി ഗതേ കൃതശൗചൗ നൃപാത്മജഃ
ദ്വാദശേന ഹനി സംപ്രാപ്തേ ശ്രാദ്ധകർമ്മണ്യകാരയത്. ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: 10 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം രാജപുത്രൻ പുലവീടി പുണ്യാഹ കർമ്മം കഴിച്ച് 12-ാം നാൾ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്തു. ശ്ലോകം 2. ബ്രാഹ്മണേഭ്യോ ധനം രത്നം ദദാവന്നം ച പുഷ്കലം വാസാംസി ച മഹാർഹാണി രത്നാനി വിവിധാനി ച ബാസ്തികം ബഹുശുക്ലം ച ഗച്ഛാപി ബഹുശസ്തദാ. രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ബ്രാഹ്മണർക്ക് ധനവും രത്നവും ഭക്ഷണവും വേണ്ടുവോളം നൽകി. അതുപോലെ വിലപ്പെട്ട വസ്ത്രങ്ങളും വിവിധ രത്നങ്ങളും വളരെയേറെ വെള്ളാടുകളെയും പശുക്കളെയും നൽകി. ശ്ലോകം 3. ദാസീർദാസാംശയാനാനി വേശ്മാനി സുമഹാന്തി ച ബ്രാഹ്മണേഭ്യോ ദദൗ പുത്രോ രാജസ്തസ്യോർത്ഥദേഹികം. ശ്ലോകം 3-ന്റെ അർത്ഥം: ദാസീദാസന്മാർ, വാഹനങ്ങൾ, 1-ാം തരം ഗൃഹങ്ങൾ മുതലായവയും ബ്രാഹ്മണർക്കായി മഹാരാജാവിൻ്റെ അപരക്രിയകളിൽ ദാനം ചെയ്തു. ശ്ലോകം 4-5 ചൊല്ലാം. 4-5 ശ്ലോകങ്ങൾ. തത പ്രഭാതസമയേ ദിവസേ ചത്രയോദശേ വിലലാപമഹാബാഹുർ ഭരതശോകമൂർച്ഛിതഃ ശബ്ദാഭിഹിതകണ്ഠച്ഛ ശോധനാർത്ഥമുപാഗതഃ ക്ഷിതാമൂലേപി ദുർവാക്യം ഇദമാഹ സുദുഃഖിതഃ. 4-5 ശ്ലോകങ്ങളുടെ അർത്ഥം: 13-ാം ദിവസം പ്രഭാത സമയത്ത് അസ്ഥി സഞ്ചയനത്തിനായി പിതാവിൻ്റെ ചിതാസമീപത്തെത്തിയ മഹാബാഹുവായ ഭരതൻ ശോകമൂർച്ഛിതനായി തേങ്ങിക്കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ശ്ലോകം 6. താത യസ്മിൻ നിഹൃഷ്ടോഹം ത്വയാ ഭ്രാതരി രാഘവേ തസ്മിൻ വനം പ്രവ്രജിതേ ശൂന്യേ തെക്യോസ്മഹം ത്വയാ. ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. താത യസ്മിൻ നിസൃഷ്ടോഹം ത്വയാ ഭ്രാതരി രാഘവേ തസ്മിൻ വനം പ്രവ്രജിതേ ശൂന്യേ തെക്യോസ്മഹം ത്വയാ. ശ്ലോകം 6-ന്റെ അർത്ഥം: പിതാവേ, ജ്യേഷ്ഠനായ രാമങ്കൽ അങ്ങയാൽ ഏൽപ്പിക്കപ്പെട്ടവനാണല്ലോ ഞാൻ. അദ്ദേഹം വനം പൂകിയിരിക്കെ ഞാൻ ശൂന്യതയിൽ അങ്ങയാൽ ത്യക്തനായിരിക്കുന്നു. ശ്ലോകം 7. യസ്യാഗതിരനാഥായ പുത്രപ്രവ്രാജിതോ വനം താം അംബാം താത കൗസല്യാം തിക്ത്വാ ത്വം ക്വഗതോ നൃപഃ. ശ്ലോകം 7-ന്റെ അർത്ഥം: അനാഥയായ കൗസല്യമാതാവിൻ്റെ അവലംബമായ പുത്രനെ വനത്തിലേക്കയച്ച് ആ അമ്മയെ ത്യജിച്ചുകൊണ്ട് അങ്ങ് എങ്ങോട്ട് പോയി? ശ്ലോകം 8. ദൃഷ്ട്വാ ഭസ്മാരുണം തച്ഛ ദഗ്ധാസ്തിസ്ഥാനമണ്ഡലം പിതുശരീരനിർവാണം നിഷ്ടനൻ വിഷസാദഃ. ശ്ലോകം 8-ന്റെ അർത്ഥം: അച്ഛൻ്റെ ശരീരം ദഹിച്ച് അരുണനിറം പൂണ്ട ചാരക്കളം കണ്ട ഭരതൻ ഉറക്കെ വാവിട്ട് കരഞ്ഞു. ശ്ലോകം 9. സതു ദൃഷ്ട്വാ രുദന്തീന പപാദധരണീതലേ ഉത്ഥാപ്യമാനശക്രസ്യ യന്ത്രധ്വജൈവോച്ഛ്രിതഃ. ശ്ലോകം 9-ന്റെ അർത്ഥം: ആ സ്ഥാനം കണ്ടിട്ട് ദീനനായി കരഞ്ഞും കൊണ്ട് ഇന്ദ്രൻ്റെ കൊടിമരമുയർത്തുമ്പോൾ വഴുതു വീണ യന്ത്രധ്വജമെന്ന പോലെ ഭരതൻ ഭൂമിയിൽ വീണു. ശ്ലോകം 10. അഭിപേതുസ്തതഃ സർവേ തസ്യാമാത്യാശുചിവ്രതം അന്തകാലേ നിപതിതം യയാതിമൃഷയോ യഥാ. ശ്ലോകം 10-ന്റെ അർത്ഥം: അപ്പോഴേക്കെല്ലാ അമാത്യന്മാരും ആ സുവ്രതൻ്റെ അടുത്തേക്ക് പണ്ട് പുണ്യം ക്ഷയിച്ചു സ്വർഗത്തിൽ നിന്നും നിപതിച്ച യയാതി മഹാരാജാവിനടുത്തേക്ക്
ഋഷിമാരെന്ന പോലെ ഓടിയെത്തി. യയാതി മഹാരാജാവിനടുത്തേക്ക് ഓടിയെത്തിയതുപോലെ ഇവിടെ ദശരഥൻ്റെ അടുത്തേക്ക് എല്ലാവരും ഓടിയെത്തി. ശ്ലോകം 11. ശത്രുഘ്നച്ഛാപി ഭരതം ദൃഷ്ട്വാ ശോകപരിപ്ലുതം വിസഞ്ജോ നൃപതദ്ഭൂമൗ ഭൂപിപാലമനുസ്മരൻ. ശ്ലോകം 11 അർത്ഥം: ശോകാർത്തനായ ഭരതനെ കണ്ട മഹാരാജാവിനെ ഓർത്തുകൊണ്ട് ശത്രുഘ്നനും പ്രജ്ഞയറ്റവനായി നിലത്തു വീണു. ശ്ലോകം 12. ഉന്മത്ത ഇവ നിക്ഷിത്തോ വിലലാപസുദുഃഖിതഃ സ്മൃത്വാ പിതൃഗുണാംഗാനി താനി താനി തഥാ തഥാ. ശ്ലോകം 12 അർത്ഥം: ഉന്മത്തനെ പോലെ ചിത്തം ചലിച്ച് സുദുഃഖിതനായ അദ്ദേഹം പിതാവിൻ്റെ ഗുണങ്ങൾ ഓരോന്നോരോന്നായി ഓർത്ത് വിലപിച്ചു. ശ്ലോകം 13. മന്ധരാ പ്രഭവസ്ത്രീവ്ര കൈകേയീ ഗ്രാഹസങ്കുലഃ വരദാനമയോക്ഷോഭ്യോ മജ്ജയച്ഛോകസാഗരഃ. ശ്ലോകം 13 അർത്ഥം: മന്ധരയിൽ നിന്നുളവായതും കൈകേയിയാകുന്ന മുതലയോടുകൂടിയതും വരദാനമയവും തീവ്രവും അക്ഷോഭ്യവുമായ ദുഃഖക്കടൽ സകലതിനെയും മുക്കിക്കളഞ്ഞു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.